പ്രത്യേക പരിപാടി ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നു. ആദ്യമായി ഒരു തുടക്ക ഗാനം. നമുക്കൊക്കെ പരിചയക്കാരനാണ് മസ്നവി എന്ന ഐഡി. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ബുദ്ധിജീവി വൃന്ദങ്ങളിൽ ഒരാൾ കൂടിയാണ് ഉസ്താദ് അവറുകൾ. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ തീർത്തും വേറിട്ട ഒരു വ്യക്തിത്വമാണ് മസ്നവി. ചിന്ത കൊണ്ടും രചനാ പാടവം കൊണ്ടും ബുദ്ധി വൈശിഷ്ട്യം കൊണ്ടുമൊക്കെ മസ്നവി എല്ലാരേക്കാളും ഒന്നാം സ്ഥാനം നേടി നമ്മുടെ ക്ലാസ് റൂമിൽ മുകളിൽ നിൽക്കുന്നു എന്നത് നമ്മളൊക്കെ പലപ്പോഴും കണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മസ്നവിയുടെ വരികളുമായി നമുക്ക് ഇന്നത്തെ ഇശൽ മാലികയ്ക്ക് തുടക്കം കുറിക്കാം. വിശ്വസ്നേഹത്തിൻ മന്ത്രം മുഴങ്ങി, എങ്ങും വിശ്വാസികൾ ഇന്നൊരുങ്ങി, ത്യാഗസ്മൃതിയിൽ ഇലാഹെ വണങ്ങി, എങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങി. വിശ്വസ്നേഹത്തിൻ മന്ത്രം മുഴങ്ങി, എങ്ങും വിശ്വാസികൾ ഇന്നൊരുങ്ങി, ത്യാഗസ്മൃതിയിൽ ഇലാഹെ വണങ്ങി, എങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹജ്ജിന്റെ നാളിൽ ഹറമിന്റെ നാട്ടിൽ ലക്ഷോപലക്ഷങ്ങളെത്തുന്ന വീട്ടിൽ നെഞ്ചിൽ തുടിക്കും ഖലീലിന്റെ ഓർമ്മ, സാക്ഷ്യപ്പെടുത്തുന്നു സംസം കുളിർമ. ഹജ്ജിന്റെ നാളിൽ ഹറമിന്റെ നാട്ടിൽ ലക്ഷോപലക്ഷങ്ങളെത്തുന്ന വീട്ടിൽ നെഞ്ചിൽ തുടിക്കും ഖലീലിന്റെ ഓർമ്മ, സാക്ഷ്യപ്പെടുത്തുന്നു സംസം കുളിർമ. വിശ്വസ്നേഹത്തിൻ മന്ത്രം മുഴങ്ങി, എങ്ങും വിശ്വാസികൾ ഇന്നൊരുങ്ങി, ത്യാഗസ്മൃതിയിൽ ഇലാഹെ വണങ്ങി, എങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രനെ അന്ന് ഇറയോൻ വിധി പോലറുക്കാനൊരുങ്ങി. ഇത് സത്യചരിതം തുടർന്ന് ശറാക്കി ബലിയാട് മാടാൽ വഴങ്ങി. ഇബ്രാഹിം നബി തന്റെ പ്രിയപുത്രനെ അന്ന് ഇറയോൻ വിധി പോലറുക്കാനൊരുങ്ങി. ഇതിഹാസമാത്യാഗചരിതം തുടർന്ന് ശറാക്കി ബലിയാട് മാടാൽ വഴങ്ങി. വിശ്വസ്നേഹത്തിൻ മന്ത്രം മുഴങ്ങി, എങ്ങും വിശ്വാസികൾ ഇന്നൊരുങ്ങി, ത്യാഗസ്മൃതിയിൽ ഇലാഹെ വണങ്ങി, എങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങി. വിശ്വസ്നേഹത്തിൻ മന്ത്രം മുഴങ്ങി, എങ്ങും വിശ്വാസികൾ ഇന്നൊരുങ്ങി, ത്യാഗസ്മൃതിയിൽ ഇലാഹെ വണങ്ങി, എങ്ങും തക്ബീർ ധ്വനികൾ മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന മനോഹരമായ ഈ ആഗോള ജാലകത്തിൽ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ പ്രതിനിധികളായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ഹാജിമാർ പരിശുദ്ധ മക്കയിൽ നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് നമ്മിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെരുന്നാളാണ്, ആഘോഷങ്ങളുടെ ദിനമാണ്. നമുക്ക് ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഇരുത്തം വന്ന ഗായകനാണ് സിനാൻ പള്ളിപ്പുറം. വളരെ മനോഹരമായ ശബ്ദം അദ്ദേഹത്തെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഗാന സബര്യ കൊണ്ട് അദ്ദേഹം വളരെ മുന്നിലാണ്. ഇൻഷാ അല്ലാഹ് ഹല്ലൽ ഈദ് എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ അറബി ഗാനം നമുക്ക് മുമ്പിൽ സിനാൻ പള്ളിപ്പുറം അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നില്ലേ? هل العيد فقم يا أحمد هل العيد فصلاة العيد بها نسعد هل العيد هل العيد فقم يا أحمد هل العيد فصلاة العيد بها نسعد هل العيد مرحى مرحى يا أولاد زيدوا فرحا بالآيات مرحى مرحى يا أولاد زيدوا فرحا بالآيات قولوا معنا قولوا معنا قولوا معنا هل العيد هل العيد فقم يا سامي هل العيد هل العيد في حب خير وسلامي هل العيد هل العيد هل العيد فقم يا سامي هل العيد هل العيد في حب خير وسلامي هل العيد هل العيد بتزاودنا يحلو العيد بمحبتنا يحلو العيد بتزاودنا يحلو العيد بمحبتنا يحلو العيد قولوا معنا قولوا معنا قولوا معنا هل العيد هل العيد فقم يا أحمد هل العيد فصلاة العيد بها نسعد هل العيد هل العيد فقم يا أحمد هل العيد فصلاة العيد بها نسعد هل العيد مرحى مرحى يا أولاد زيدوا فرحا بالآيات مرحى مرحى يا أولاد زيدوا فرحا بالآيات قولوا معنا قولوا معنا قولوا معنا هل العيد عيد المسلم فطر أضحى هل العيد هل العيد خالي في مكة قد ضحى هل العيد هل العيد عيد المسلم فطر أضحى هل العيد هل العيد خالي في مكة قد ضحى هل العيد هل العيد حج مبرور يا خالي إن شاء المولى عقبالي حج مبرور يا خالي إن شاء المولى عقبالي قولوا معنا قولوا معنا قولوا معنا هل العيد هل العيد فقم يا أحمد هل العيد هي هي فصلاة العيد بها نسعد هل العيد هي 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 مرحى مرحى يا أولاد زيدوا فرحا بالآيات مرحى مرحى يا أولاد زيدوا فرحا بالآيات قولوا معنا قولوا معنا قولوا معنا هل العيد بزيارة كل الأرحام هل العيد هل العيد من عمات أو أعمام هل العيد هل العيد بزيارة كل الأرحام هل العيد هل العيد من عمات أو أعمام هل العيد هل العيد أو أخوال أو خالات أو إخوان أو أخوات أو أخوال أو خالات أو إخوان أو أخوات قولوا معنا قولوا معنا قولوا معنا هل العيد هل العيد فقم يا أحمد هل العيد هي فصلاة العيد بها نسعد هل العيد هل العيد فقم يا أحمد هل العيد فصلاة العيد بها نسعد هل العيد مرحى مرحى يا أولاد زيدوا فرحا بالآيات مرحى مرحى يا أولاد زيدوا فرحا بالآيات قولوا معنا قولوا معنا قولوا معنا هل العيد قولوا معنا قولوا معنا قولوا معنا هل العيد قولوا معنا قولوا معنا قولوا معنا هل العيد قولوا معنا قولوا معنا قولوا معنا هل العيد. السلام عليكم.
ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും ചരിത്രത്തിന്റെ ഉജ്ജ്വല സാക്ഷ്യങ്ങൾ വരിഞ്ഞൊഴുകുന്ന പ്രതീകങ്ങളാണ്. കേവല ദിനരാത്രങ്ങളുടെ നീളമാണ് ഹജ്ജിനുള്ളതെങ്കിലും അള്ളാഹുവിന്റെ സാന്നിധ്യത്തിന്റെ രസമറിഞ്ഞ് ആ പുണ്യ ലായനിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന നീണ്ടുകിടക്കുന്ന ഇന്നലകളുടെ ഓർമ്മകളെയാണ് അത് പുനരർപ്പണം നടത്തുന്നത്. ചരിത്രം സൃഷ്ടിച്ച് കടന്നുപോയ ആ മഹോന്നത നിമിഷങ്ങൾ ഓരോ ഹാജിമാരുടെയും മനസ്സിലും ശരീരത്തിലും പുനരാവിഷ്കരണം നടത്തുമ്പോൾ മാത്രമേ ഹജ്ജിന്റെ വസന്തം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നുവരുന്നുള്ളൂ. ഏതൊരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലെ അടങ്ങാത്ത ഒടുങ്ങാത്ത ആഗ്രഹമാണ് പരിശുദ്ധമായ കഅബ ഷരീഫ് ഒരു പ്രാവശ്യമെങ്കിലും നേരിൽ കാണുക എന്നത്. കഅബയൊന്ന് കാണാൻ എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ വരികളുമായി സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് പരിചയമുള്ള നമ്മുടെ നൂറുദ്ദീൻ തങ്ങൾ. ലൈവിന്റെ മൈക്ക് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ ശബ്ദവും. സ്നേഹപൂർവ്വം നൂറുദ്ദീൻ തങ്ങളെ പാട്ടിനു വേണ്ടി ക്ഷണിക്കുന്നു. കഅബയൊന്നു കാണാൻ കണ്ണിലൊന്നു കാണാൻ ആശ തീർത്തു തന്നിരണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിരണം നീ റൗളയൊന്നു കാണാൻ സംസമുറവ് കാണാൻ ആശ തീർത്തു തന്നിരണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിരണം നീ കഅബയൊന്നു കാണാൻ കണ്ണിലൊന്നു കാണാൻ ആശ തീർത്തു തന്നിരണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിരണം നീ റൗളയൊന്നു കാണാൻ സംസമുറവ് കാണാൻ ആശ തീർത്തു തന്നിരണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിരണം നീ പൂത്തൊരു ആശയാലെന്ന് മക്കയിൽ ചെന്ന് അണഞ്ഞിടുവാനും നീറും കൽബുമായി ചെന്നിടുവാനും മുത്തിൻ റൗളയും കണ്ടിടുവാനും ആശ തീർക്കില്ലേ റബ്ബേ ആശ തീർക്കില്ലേ നൊമ്പരമെല്ലാം നീ തീർത്തു തരില്ലേ ആശ തീർക്കില്ലേ റബ്ബേ ആശ തീർക്കില്ലേ നൊമ്പരമെല്ലാം നീ തീർത്തു തരില്ലേ എൻ മനസ്സിനുള്ള മോഹമെല്ലാം തീർത്തു തരില്ലേ കഅബയൊന്നു കാണാൻ കണ്ണിലൊന്നു കാണാൻ ആശ തീർത്തു തന്നിരണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിരണം നീ റൗളയൊന്നു കാണാൻ സംസമുറവ് കാണാൻ ആശ തീർത്തു തന്നിരണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിരണം നീ പുണ്യഭൂമിയാം മക്കയിൽ ചെന്ന് പുണ്യ ഹജ്ജിനെ കൂടിടുവാനും പുണ്യ സംസം കണ്ടിടുവാനും ഹജറുൽ അസ്വദ് മുത്തിടുവാനും ആശ തീർക്കില്ലേ റബ്ബേ ആശ തീർക്കില്ലേ നൊമ്പരമെല്ലാം നീ തീർത്തു തരില്ലേ ആശ തീർക്കില്ലേ റബ്ബേ ആശ തീർക്കില്ലേ നൊമ്പരമെല്ലാം നീ തീർത്തു തരില്ലേ എൻ മനസ്സിലുള്ള മോഹമെല്ലാം തീർത്തു തരില്ലേ കഅബയൊന്നു കാണാൻ കണ്ണിലൊന്നു കാണാൻ ആശ തീർത്തു തന്നിടണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിടണം നീ റൗളയൊന്നു കാണാൻ കണ്ണിലൊന്നു കാണാൻ ആശ തീർത്തു തന്നിടണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിടണം നീ
കഴുതയൊന്നു കാണാൻ കണ്ണിലൊന്നു കാണാൻ ആശ തീർത്തു തന്നിടണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിടണം നീ റൗളയൊന്നു കാണാൻ സംസമുറവ കാണാൻ ആശ തീർത്തു തന്നിടണം നീ എന്നുള്ളിലെ ആശ തീർത്തു തന്നിടണം നീ ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള പ്രതീകാത്മകമായ യാത്രയാണ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ കാണാനുള്ള തീർത്ഥയാത്രയുടെ വെളിപ്പേരാണ് ഹജ്ജ്. പരിശുദ്ധമായ മക്ക പ്രദേശത്ത് കടക്കുന്നതോടുകൂടി വിശ്വാസിയുടെ ഹൃദയം വല്ലാതെ പുളകിതമാവുകയാണ്. മക്ക ഇത് ഉമ്മുൽ ഖുറ എന്ന് തുടങ്ങുന്ന മസ്നവിയുടെ ശ്രദ്ധേയമായ വരികൾ നമ്മൾ മുമ്പും കേട്ടിട്ടുള്ളതാണ്. കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി വളരെ മനോഹരമായ ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം. മക്ക ഇതുമ്മൽ ഖുറ മണ്ണിലാദ്യത്തെ പുണ്യദേഹം മതിവരുവോളം കണ്ടു നിന്നു ഞാൻ മനസ്സിന്റെ തീരിൽ പറന്നു മക്ക ഇതുമ്മൽ ഖുറ മണ്ണിലാദ്യത്തെ പുണ്യദേഹം മതിവരുവോളം കണ്ടു നിന്നു ഞാൻ മനസ്സിന്റെ പേരിൽ പറന്നു വെളിച്ചം ചുരത്തും നേരാരങ്ങളില്ല വെണ്ണക്കൽ പാകിയ തിരുമുറ്റമില്ല വെളിച്ചം ചുരത്തും നേരാരങ്ങളില്ല വെണ്ണക്കൽ പാകിയ തിരുമുറ്റമില്ല കൊടിനീര് കിട്ടാത്ത കനികായ്കൾ വിളയാത്ത ഊഷരഭൂമിയിൽ കനിമൊരയും തന്റെ പ്രിയപ്പെട്ട നീടരെ തനിച്ചാക്കി പോയ നേരം എല്ലാം തവക്കുലിൽ ചേർത്ത നേരം മക്ക ഇതുമ്മൽ ഖുറ മണ്ണിലാദ്യത്തെ പുണ്യദേഹം മതിവരുവോളം കണ്ടു നിന്നു ഞാൻ മനസ്സിന്റെ പേരിൽ പറന്നു കരിമ്പാറക്കുന്നുകൾക്കിടയിലെ മരുഭൂമി കഠിനമം ചൂടിൽ ഉരുകിയ സുരഭൂമി കരിമ്പാറക്കുന്നുകൾക്കിടയിലെ മരുഭൂമി കഠിനമം ചൂടിൽ ഉരുകിയ സുരഭൂമി ഖലീൽ ഇബ്രാഹീമിൻ വിയർപ്പിൽ കുതിർന്നപ്പോൾ കഅബ ഉയർന്നുവല്ലോ കവാടത്തിലിന്നു ഞാൻ മുഖം ചേർത്തു നിൽക്കുമ്പോൾ കളം കേൾക്കുമാവിളിപ്പോൾ റബ്ബിൻ ഖലീലിൻ നിദാത്തിലിപ്പോൾ കളം കേൾക്കുമാവിളിപ്പോൾ റബ്ബിൻ ഖലീലിൻ നിദാത്തിലിപ്പോൾ മക്ക ഇതുമ്മൽ ഖുറ മണ്ണിലാദ്യത്തെ പുണ്യദേഹം മതിവരുവോളം കണ്ടു നിന്നു ഞാൻ മനസ്സിന്റെ തേരിൽ പറന്നു മനസ്സിന്റെ തേരിൽ പറന്നു
അതെ, ഉമ്മുൽ ഖുറക്ക് പറയാനുള്ളത് നിരവധി കഥകളാണ്. മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാജർ ബീവിയുടെയും ശ്രദ്ധേയമായ കഥകൾ, ത്യാഗത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ഒക്കെ ജീവസുറ്റ മാതൃകകൾ ഇസ്ലാമിന് സമർപ്പിച്ച മഹാരഥന്മാരായ ആളുകൾ, നമുക്ക് മുമ്പേ നടന്നുപോയവർ. പരിശുദ്ധമായ മക്കയ്ക്ക് പറയാനുള്ള ഒരു കഥ, വർഷങ്ങൾ പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ സയ്യിദുന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് അബ്ദുള്ള കുമ്പള സാഹിബ്, അബ്ദുള്ള ഇച്ച എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അബ്ദുള്ള കുമ്പള. ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി എന്ന് നമ്മൾ ഒരുപാട് കാലം കേട്ട് പരിചയമുള്ള ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒരിക്കൽ കൂടി അബ്ദുള്ള ഇച്ചയുടെ വാക്കുകളിലൂടെ. ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. ഇലാഹായ തൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. മലർമൊട്ടു പോലെ പോറ്റി വളർത്തുമ്പോളോരോ നാളിൽ ഉറങ്ങുമ്പോൾ നബി കള്ളാക്കി നാവു കാട്ടി. മലർമൊട്ടു പോലെ പോറ്റി വളർത്തുമ്പോളോരോ നാളിൽ ഉറങ്ങുമ്പോൾ നബി കള്ളാക്കി നാവു കാട്ടി. നബി തൻ കുരുന്ന് ഇസ്മായിലിനെ ആറുക്കും മട്ടിൽ. ഇലാഹായ തൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. അഹിതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കല്ല് അരുണക്കിടാവിനോട് ഉണർത്തിച്ചോതി. അഹിതവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിന്റെ കല്ല് അരുണക്കിടാവിനോട് ഉണർത്തിച്ചോതി. അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറച്ചു ചോദി. ഇലാഹായ തൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. കമിത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. കമിത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി. ഉടനെ കർത്താവിൻ മറുപടി അത് വിടുത്തി. ഇലാഹായ തൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. വിടുത്തിയതിൽ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു വരാട്ടിൻ കുട്ടി ഖലീലുള്ളാക്ക്.
വിടുത്തിയതിൽ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാറ്റിൻ കുട്ടി ഖലീലുള്ളാക്കി വേഗം ആറ്റിനെ അറുത്തി ഇബ്രാഹീമിൻ ഹക്ക് ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി ഇലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കാനകക്കട്ടി. അങ്ങനെ വർഷങ്ങളുടെ സബര്യകൾക്ക് ശേഷമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്മായിൽ എന്ന പുത്രൻ പിറക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ജീവിതം മുഴുവൻ വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഖലീലാക്കിയതെന്ന് നമ്മൾക്കൊക്കെ അറിയാം. ജീവിതത്തിൽ അദ്ദേഹത്തെ തേടി വന്ന മുഴുവൻ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹം പാലിച്ചു വന്ന തവക്കുൽ എന്ന് പറയുന്ന ആ വലിയ സ്വഭാവം എത്രയെന്ന് വെച്ചാൽ നമ്രൂദിന്റെ കൊട്ടക്കൊത്തളങ്ങളിൽ ചെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വെണ്ണിക്കൊടി പാറിക്കാൻ വേണ്ടി നമ്രൂദിന്റെ കൊട്ടക്കൊത്തളങ്ങളിലേക്ക് ചെന്ന സമയത്ത് നമ്രൂദ് അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് പറഞ്ഞു, അല്ലയോ ഇബ്രാഹിമേ, നിങ്ങളെ ഞാൻ രക്ഷിക്കാം തീയിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ പോലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർകൾ അങ്ങനെ ആ തീയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. മഹാനവർകളെ ഖലീലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയായിരുന്നു. മഹാനായ സയ്യിദുന ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെയധികം താലോലിച്ച് വളർത്തി കൊണ്ടുവന്നു. മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പാലും തേനും മൂട്ടി കണ്ണിലുണ്ണിയാക്കി വളർത്തിക്കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒരു വളരെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് കടക്കാം. ഹാജറ പാടിയ പാട്ടിൻ എന്ന് തുടങ്ങുന്ന വളരെ ഹിറ്റായ, നമ്മുടെ കേരളം പലപ്പോഴും ആഘോഷിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഗാനം സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി തങ്ങളവറുകളെ വളരെ സ്നേഹപൂർവ്വം മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാജിറ പാടിയ താരാട്ടിൻ ദിനുറമൊഴുകും തീക്കാറ്റിൽ ഇസ്മായിലിൻ കഥ പറയാം, ഇന്ദ്രമരത്തിലെ കിളി പാടും. ഹാജിൻ തീക്കാൽ ഇസ്മായിലിൻ കഥ പറയാം, ഇന്ദ്രമരത്തിലെ കിളി പാടും. സഭയും മറുവയും ഇരുമലകൾ സുന്ദരമാണി താഴ്വരയിൽ തെണ്ടാത്തൊരുവിലൊരു കുഞ്ഞിനെ ദാഹജലത്തിന് കരയുന്നു. സഭയും മറുവയും ഇരുമലകൾ സുന്ദരമാമതി താഴ്വരയിൽ തെണ്ടാത്തൊരുവിലൊരു കുഞ്ഞെ ദാഹജലത്തിന് കരയുന്നു. ഹാജിറ പാടിയ താരാട്ടിൻ തെനുറമൊഴുകും തീക്കാറ്റിൽ ഇസ്മായിലിൻ കഥ പറയാം, ഇന്ദ്രമരത്തിലെ കിളി പാടും. ഹാജിറ പാടിയ താരാട്ടിൻ തെനുറമൊഴുകും തീക്കാറ്റിൽ ഇസ്മായിലിൻ കഥ പറയാം, ഇന്ദ്രമരത്തിലെ കിളി പാടും.
കുടുംബമകനെ കീടാൻ പല വഴിയോടി പൊന്നുമ്മ ഒടുവിൽ കുഞ്ഞിൻ കാലടിയിൽ സംസം വന്നത് കണ്ടുമ്മ കുടുംബമകനെ കീടാൻ പല വഴിയോടി പൊന്നുമ്മ ഒടുവിൽ കുഞ്ഞിൻ കാലടിയിൽ സംസം വന്നത് കണ്ടുമ്മ ഹാജിറ പാടിയ താരാട്ടിൻ തെനുരമൊഴുകും തീക്കാറ്റിൽ ഇസ്മായിലിൻ കഥ പറയാം ഇതമരത്തിലെ കിളി പാടും ഹാജിറ പാടിയ താരാട്ടിൻ തെനുരമൊഴുകും തീക്കാറ്റിൽ ഇസ്മായിലിൻ കഥ പറയാം ഇതമരത്തിലെ കിളി പാടും. വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും പരിശുദ്ധമായ റൗളയിലേക്ക് എത്തിച്ചേരാൻ എപ്പോഴും വെമ്പിക്കൊണ്ടിരിക്കും. പരിശുദ്ധമായ റൗള എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും സ്വപ്നമാണ്. ഇനി നമുക്ക് സിനാൻ പള്ളിപ്പുറത്തിന്റെ വളരെ മനോഹരമായ ഒരു ഗാനം അന്നൂറു മിൽ ഉയൂനി എന്ന് തുടങ്ങുന്ന വളരെ ശ്രദ്ധേയമായ ഒരു അറബി ഗാനം, അതിനുവേണ്ടി സിനാൻ പള്ളിപ്പുറത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. النور ملء عيوني والحور ملك يميني النور ملء عيوني والحور ملك يميني وكالملاك أغني في جنة وعيوني في جنة وعيوني شد الحياة متاعا ورحلة وسراعا شد الحياة متاعا ورحلة وسراعا واخترت ضربي بنفسي وسرت فيه استراعا واخترت ضربي بنفسي وسرت فيه سراعا وصرت نارا ونورا وغنوة وعبيرا وصرت نارا ونورا وغنوة وعبيرا حتى قضيت شهيدا مرحبا بالمنون حتى قضيت شهيدا مرحبا بالمنون مرحبا بالمنون النور ملء عيوني والحور ملك يميني النور ملء عيوني والحور ملك يميني وكالملاك أغني في جنة وعيوني في جنة وعيوني هذه الجنان مراحي وعطرها من جراحي هذه الجنان مراحي وعطرها من جراحي سحر وروح وراح يا قلب أية راحي سحر وروح وراح يا قلب أية راحي جلاسي الأنبياء وإخوتي الشهداء جلاسي الأنبياء وإخوتي الشهداء والله يلقي علينا ظلال حب حنون والله يلقي علينا ظلال حب حنون
ظلال حب حنوني والنور ملء عيوني والحور ملك يميني النور ملء عيوني والحور ملك يميني وكالملاك أغني في جنة وعيوني في جنة وعيوني في جنة الله أحيا بألف دنيا ودنيا في جنة الله أحيا بألف دنيا ودنيا وما تمنيت شيئا إلا أتاني سعيا وما تمنيت شيئا إلا أتاني سعيا ولا تقولوا خسرنا من غاب بالأمس عنا ولا تقولوا خسرنا لا من غاب بالأمس عنا إن كان في الخلد خسر فالخير أن تخسروني إن كان في الخلد خسر فالخير أن تخسروني فالخير أن تخسروني النور ملء عيوني والحور ملك يميني النور ملء عيوني والحور ملك يميني وكالملاك أغني في جنة وعيوني في جنة وعيوني شدوا الحياة متاعا ورحلة وسراعا شدوا الحياة متاعا ورحلة وسراعا أخضرت دربي بنفسي وسرت فيه سراعا واخضرت دربي بنفسي وسرت فيه سراعا وصرت نارا ونورا وغنوة وعبيرا وصرت نارا ونورا وغنوة وعبيرا حتى قضيت شهيدا مرحبا بالمنون حتى قضيت شهيدا مرحبا بالمنون مرحبا بالمنون مرحبا بالمنون മാഷാ അല്ലാഹ്, വളരെ മനോഹരമാണ് നമ്മുടെ സിനാൻ മോന്റെ ഓരോ വാക്കുകളും. അതിലപ്പുറം അദ്ദേഹത്തിന്റെ ആലാപന ചാതുരി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ്. വിശ്വാസിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലാതെ അല്ലാഹു പടച്ചിട്ടില്ല എന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത്. ഇബാദത്തിന് വേണ്ടിയല്ലാതെ അല്ലാഹു മനുഷ്യനെ പടച്ചിട്ടില്ല. മുഴു സമയവും അവൻ പ്രാർത്ഥന നിരതനായിക്കൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ ഓരോ നിഖില മേഖലകളിലും അവന്റെ ജോലികളിലായാലും അവന്റെ മറ്റ് എന്ത് കാര്യങ്ങളിലായാലും പ്രാർത്ഥന അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏറെക്കാലം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുകയും നമ്മൾ ആഘോഷിക്കുകയും ചെയ്ത ഒരു ഗാനമാണ് ബിസ്മിയും ഹംദും സ്വലാത്തും എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ശ്രദ്ധേയമായ ഒരു ഗാനം. ആ ഗാനം വീണ്ടും ഒരിക്കൽ കൂടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി അബ്ദുള്ള കുമ്പള സാഹിബ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം.
ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ വസ്തുത ശരിക്കറിയു വല്ലവാനിന്നോട് കേഴും ദുസ്ഥിതിയാല് പൊരിയും ദുസ്തം തീർക്കുവാൻ കഴിയും ഖാദിറായേ ജല്ല ഖൈറാക്കണേയാ അല്ലാഹ് വസ്തുത ശരിക്കറിയും വല്ലവാനിന്നോട് കേഴും ദുസ്ഥിതിയാല് പൊരിയും ദുഃഖം തീർക്കുവാൻ കഴിയും ഖാദിറായേ ജല്ല ഖൈറാക്കണേയാ അല്ലാഹ് ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ എന്തിനും ഇല്ല നസീബ് എത്രയും പാപി കരീബ് സ്വന്തമില്ലാരും കനീവ് സത്തതും മക്കൾ കഴിവും ഇല്ല കക്ഷി ഞാന് കഴിഭക്ഷകൻ നീയാനേ എന്തിലും ഇല്ല നസീബ് എത്രയും പാപി കരീബ് സ്വന്തമില്ലാരും കനീവ് സത്തതും മക്കൾ കഴിവും ഇല്ല കക്ഷി ഞാന് കഴിഭക്ഷകൻ നീയാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനേ കൂറുവാനൂരുക്കമായ കൂരയും നീലക്കമായ നേരിടാൻ നേടുക്കമായ നിത്യവേജാറെന്നിലായ എന്ത് ചെയ്യും ഞാന് ഗതി എന്നിൽ താറഹ്മാനേ കൂറുവാനൂരുക്കമായ കൂരയും നീലക്കമായ നേരിടാം നേടുക്കമായ നിത്യവേജാറെന്നിലായ എന്ത് ചെയ്യും ഞാന് ഗതി എന്നിൽ താറഹ്മാനേ ബിസ്മിയും ഹംദും സലാത്തും വിണ്ടതിയിൽ പിന്നെ വെന്തുരുകും ചിന്തയിൽ ദുആയിരം നീടുന്നേ കഷ്ടദാഗ്രഹ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ സുഹൃത്തുക്കളെ, ആഘോഷപൂർവം നമ്മൾ ഇന്ന് പുത്തനുടുപ്പ് ധരിച്ച് നറുമണം പരത്തുന്ന അത്തറും തേച്ച് തക്ബീർ ചൊല്ലി പള്ളിയിലൊത്തുകൂടി. സാധാരണ ചടങ്ങുകൾ പോലെ ഈ ആഘോഷത്തെ കണ്ടാൽ ചരിത്രം പുനർജനിക്കുകയില്ല. അതിന് നമ്മുടെ ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് പോകണം. ദേഹം ഇവിടെയാണെങ്കിലും ദേഹി കാതങ്ങൾക്കപ്പുറത്തുള്ള പരിശുദ്ധമായ മക്കയെ കേന്ദ്രീകരിക്കണം. അങ്ങനെ ആ ഹൃദയം കൊണ്ട് നാം ഏറ്റെടുത്താൽ നാം മുഴക്കുന്ന തക്ബീർ കേവലം ചുണ്ടുകളുടെ തക്ബീർ ആവുകയില്ല, ഹൃദയത്തിന്റെ തക്ബീറാണ് അപ്പോൾ ആവുക. അപ്പോൾ ആ തക്ബീറിന്റെ അവതരണ പശ്ചാത്തലം നമ്മുടെ ഓർമ്മയിലെത്തും. നാം അറിയാതെ മിനാ താഴ്വരയിലെത്തും.
അവിടെയതാ ഒരു പിതാവിനെയും മകനെയും കാണാം. ആ പിതാവ് മകനെ കൈകാലുകൾ ബന്ധിക്കുകയാണ്, മകൻ കൈകാലുകൾ നീട്ടിക്കൊടുക്കുകയാണ്. മാതാവാണ് കുഞ്ഞിനെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി വാപ്പയോടൊപ്പം യാത്രയാക്കി അയച്ചത്. ചരിത്രം ഇതിന് സാക്ഷിയാവുകയാണ്. നിനയും താഴ്വരയും ഒക്കെ കരയുന്നുണ്ടാകും, മലക്കുകൾ പടച്ചവനോട് കേഴുന്നുണ്ടാകും, ആ വന്യ പിതാവിന് വേദനയുണ്ടാകും. തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കണം. പക്ഷേ ആ പിതാവും മകനും മാതാവും വേദനകൾ മറക്കുകയാണ്, ക്ഷമിക്കുകയാണ് അവരുടെ മുമ്പിൽ. അപ്പോൾ അവരുടെ നാഥന്റെ താൽപര്യം മാത്രമാണ് ഉണ്ടായിരിക്കുക. സ്വന്തം താൽപര്യങ്ങളെ നാഥന്റെ താൽപര്യത്തിന് വേണ്ടി ബലിയെറുക്കുകയാണ് അവിടെ. വർഷങ്ങൾ കഴിഞ്ഞു. ആമുൽ ഫീൽ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ സംഭവമാണ്. അബ്രഹത്തും കൂട്ടരും പരിശുദ്ധമായ കഅബയെ ആക്രമിക്കാൻ വരുന്ന ഒരു രംഗം വളരെ മനോഹരമായി സെയ്ദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി അവர்களுടെ മനോഹരമായ ഗാനത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. ഹിബറി വരുന്ന അബ്രഹത്ത് എന്ന് തുടങ്ങുന്ന വളരെ ശ്രദ്ധേയമായ ഗാനം. അതിനുവേണ്ടി തങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹിബറി വരുന്നിത അബ്രഹത്ത് കഅബം തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത്. ഹിബറി വരുന്നിത അബ്രഹത്ത് കഅബം തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത്. ഹിബറി വരുന്നിത അബ്രഹത്ത് കഅബം തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത്. അഹങ്കാരത്തോടവൻ കുതിച്ചിടുന്നു, അത് കണ്ടു മകുമികൾ വിറച്ചിടുന്നു. അഹങ്കാരത്തോടവൻ കുതിച്ചിടുന്നു, അത് കണ്ടു മകുമികൾ വിറച്ചിടുന്നു. അവരാകെ തക്ബീറുമുഴക്കി അഹദോനിൽ കൈകളുയർത്തി. ഉടയോനേ നിൻ കൃപ മാത്രം സമദോനേ ഉയർത്തുന്നു മേത്രം. അഹങ്കാരത്തോടവൻ കുതിച്ചിടുന്നു, അത് കണ്ടു മകുമികൾ വിറച്ചിടുന്നു. അഹങ്കാരത്തോടവൻ കുതിച്ചിടുന്നു, അത് കണ്ടു മകുമികൾ വിറച്ചിടുന്നു. അവരാകെ തക്ബീറുമുഴക്കി അഹദോനിൽ കൈകളുയർത്തി. ഉടയോനേ നിൻ കൃപ മാത്രം സമദോനേ ഉയർത്തുന്നു നേത്രം. ഹിബറി വരുന്നിത അബ്രഹത്ത് കഅബം തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത്. ഹിബറി വരുന്നിത അബ്രഹത്ത് കഅബം തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത്. കിളികളരാത്രി പറന്നു വന്നു, രഥങ്ങളിൽ ഹജബുകൾ തിളങ്ങിരുന്നു. കിളികളരാത്രി പറന്നു വന്നു, രഥങ്ങളിൽ ഹജബുകൾ തിളങ്ങിരുന്നു. അല്ലാഹുവിൻ സിഫത്ത് പുലർന്നു, ആ കിളികൾ ഹജറുകൾ വിതറി. അസ്ഹാബുൽ വീണുകൾ ചിതറി, ആരാജനും പടയുമൊരുങ്ങി. കിളികളരാത്രി പറന്നു വന്നു, രഥങ്ങളിൽ ഹജബുകൾ തിളങ്ങിടുന്നു. കിളികളരാത്രി പറന്നു വന്നു, രഥങ്ങളിൽ ഹജബുകൾ തിളങ്ങിടുന്നു. അല്ലാഹുവിൻ
സിഫത്ത് പുലർന്നോ ആ കിളികൾ ഹജറുകൾ വിതറി അസ്ഹാബുൽ വീണുകൾ ചിതറി ആരാജനും പടയുമൊരുങ്ങി ഇവരി വരുന്നിത അബ്രഹത്ത് കഅബൻ തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത് ഇവരി വരുന്നിത അബ്രഹത്ത് കഅബൻ തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത് അഖിലനും മഹദനെ നമിച്ചിരുന്നു അജബ് കണ്ടറബികൾ തിരിച്ചു നിന്നു അഖിലനും മഹദനെ നമിച്ചിരുന്നു അജബ് കണ്ടറബികൾ തിരിച്ചു നിന്നു ഇതിഹാസ ചരിതമുണർന്നു ഇറയോന്റെ ഹമറു പുലർന്നു കഅബത്തിൻ പെരുമ നിറഞ്ഞു ഹൃദയത്തിൽ കിബില നിറഞ്ഞു അഖിലവും മഹദനെ നമിച്ചിരുന്നു അജബ് കണ്ടറബികൾ തിരിച്ചു നിന്നു അഖിലവും മഹദനെ നമിച്ചിരുന്നു അജബ് കണ്ടറബികൾ തിരിച്ചു നിന്നു ഇതിഹാസ ചരിതമുണർന്നു ഇറയോന്റെ ഹമറ് പുലർന്നു കഅബത്തിൻ പെരുമ നിറഞ്ഞു ഹൃദയത്തിൽ കിബില നിറഞ്ഞു ഇവരി വരുന്നിത അബ്രഹത്ത് കഅബൻ തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത് ഇവരി വരുന്നിത അബ്രഹത്ത് കഅബൻ തകർക്കുമെന്നവനുരത്ത് പരിഹാര സൈന്യം നിരനിരന്ന് പരിശേറുമാലയമല്ലാഹു കാത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല എന്നത്. സ്വപ്നത്തിലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യവദനം നമുക്ക് കാണിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയ വാചനമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സിനാൻ മോന്റെ വളരെ മനോഹരമായ ഒരു ഗാനമുണ്ട്, ഇൻഷാ അല്ലാഹ്. നബിയോരെ ഞാൻ കണ്ടില്ല, മധുമൊഴി കേട്ടില്ല എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ ഗാനം. അതിനുവേണ്ടി സിനാനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നബിയോരെ കണ്ടില്ല, മധുമൊഴി കേട്ടില്ല, ചാരത്തും നടന്നില്ല, തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല, എന്നിലെ ആശപ്പൂവണിഞ്ഞില്ല. നബിയോരെ കണ്ടില്ല, മധുമൊഴി കേട്ടില്ല, ചാരത്തൊന്നടഞ്ഞില്ല, തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല, എന്നിലെ ആശപ്പൂവണഞ്ഞില്ല. തിങ്കൾ ഹബീബേ എന്നടയും ഞാൻ, എന്റെ ഹബീബേ എന്ന് ചേരും ഞാൻ. തിങ്കൾ ഹബീബേ എന്നടയും ഞാൻ, എന്റെ ഹബീബേ എന്ന് ചേരും ഞാൻ. നബിയോരെ കണ്ടില്ല, മധുമൊഴി കേട്ടില്ല, ചാരത്തും നടന്നില്ല, തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല, എന്നിലെ ആശപ്പൂവണിഞ്ഞില്ല.
പാടി നടക്കും രാപ്പാടിയൻ ദൂതന്നരികിൽ ചെല്ലാമോ പാവനമായ ആശയമൊന്ന് തിങ്കൾ ചാരെ പറയാമോ പാടി നടക്കും രാപ്പാടിയൻ ദൂതന്നരികിൽ ചെല്ലാമോ പാവനമായ ആശയമൊന്ന് തിങ്കൾ ചാരെ പറയാമോ ഒരുപാടേറെ സ്നേഹിച്ചു ഞാൻ എന്റെ ഹബീബേ അതിനാലൻ മനസ്സിൽ തീയായി നിറയും നസീബേ ഒരുപാടേറെ സ്നേഹിച്ചു ഞാൻ എന്റെ ഹബീബേ അതിനാലൻ മനസ്സിൽ തീയായി നിറയും നസീബേ കൽബിന്നോവതേറ്റിടൂ എന്റെ ചാരയണഞ്ഞിടൂ കൽബിന്നോവതേറ്റിടൂ എന്റെ ചാരയണഞ്ഞിടൂ നബിയോരെ കണ്ടില്ല മധുമോടി കേട്ടില്ല ചാരത്വം നടന്നില്ല തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല എന്നിലെ ആശപ്പൂവണിഞ്ഞില്ല എന്റെ നിലാവേ നിന്റെ കഥകൾ ഇശലായി ഞാനിത് പാടുന്നു എന്നുടെ മോഹത്താളുകൾ കൂടും കാളും നബിയെ ഏറുന്നു എന്റെ നിലാവേ നിന്റെ കഥകൾ ഇശലായി ഞാനിത് പാടുന്നു എന്നുടെ മോഹത്താളുകൾ കൂടും കാളും നബിയെ ഏറുന്നു ഇനിയും എന്നെ വിളിക്കാത്തതെന്താണ് നസീബേ ഇരുളിൽ പെട്ടകലുമ്പോൾ വീട്ടിൽ കാണൂ നസീബേ ഇനിയും എന്നെ വിളിക്കാത്തതെന്താണ് നസീബേ ഇരുളിൽ പെട്ടകലുമ്പോൾ വീട്ടിൽ കാണൂ നസീബേ കൽബിന്നോവതേറ്റിടൂ എന്റെ ചാരയണഞ്ഞിടൂ കൽബിൽ നോവതേറ്റിടൂ എന്റെ ചാരയണഞ്ഞിടൂ നബിയോരെ കണ്ടില്ല മധുമൊഴി കേട്ടില്ല ചാരത്വം നടന്നില്ല തിങ്കളെ കനവിൽ ഞാൻ കണ്ടില്ല എന്നിലെ ആശപ്പൂവണിഞ്ഞില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും പദമഹദ്മമിക്കാത്ത വിശ്വാസിയുടെ ഹൃദയം എപ്രകാരം വിതുമ്പിയിരിക്കണം പ്രിയപ്പെട്ടവരെ. വളരെ മനോഹരമായി സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്രകാരം വിതുമ്പിയിരിക്കണമെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഗസൽ പാടും പുള്ളിക്കുയിലെ എന്ന് തുടങ്ങുന്ന വളരെ സെലിബ്രേറ്റ് ആയിട്ടുള്ള നമ്മൾ ഒരുപാട് കാലം കേരളത്തിലും മറുനാട്ടിലുമൊക്കെയായി ആഘോഷിച്ചു കൊണ്ട് നടന്ന ഒരു ഗാനം ബഹുനിരായ സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. തങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ തിരുമക്ക മദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്ക മദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ തിരുമക്ക മദീന കണ്ടു എന്റെ പൂങ്കുയിലേ
തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്ക മദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ മുത്ത് റസൂലിന്റെ റൗളാ ശരീഫ് കിളിയെ നീ കണ്ടോ മുത്തക്കിങ്ങൾ മുത്തും ഹജറുൽ അസ്വദ് കുയിലേ നീ കണ്ടോ മുത്ത് റസൂലിന്റെ റൗളാ ശരീഫ് കിളിയെ നീ കണ്ടോ മുത്തക്കിങ്ങൾ മുത്തും ഹജറുൽ അസ്വദ് കുയിലേ നീ കണ്ടോ സഫയും മറുവയും മലകൾക്കിടയിൽ പാറി പറന്നോ സംസം കിണറിലെ വെള്ളം ചുണ്ട കൊത്തിക്കൂടിച്ചോ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ രസം പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ രസം പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ മുത്ത് ബിലാലിന്റെ ബാങ്കുലിയെന്നും കിളിയെ നീ കേട്ടോ ബദറും ഉഹുദും ചൊല്ലും വീരർ കഥകളും നീ കണ്ടോ മുത്ത് ബിലാലിന്റെ ആ ബാങ്കുലിയെന്നും കിളിയെ നീ കേട്ടോ ബദറും ഉഹുദും ചൊല്ലും വീരർ കഥകളും നീ കേട്ടോ അബൂബക്കർ ഉമർ ഉസ്മാൻ അലിയാരുടെ ചരിതം നീ കണ്ടോ അബൂജഹൽ ഉത്ബത്ത് ശൈബത്ത് കഥനം കിളിയെ നീയോട്ടോ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ ഗസൽ പാടും പുള്ളിക്കുയിലേ വിഷമോളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ വിഷമോളും കുഞ്ഞിക്കിളിയേ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്ക മദീന കണ്ടോ എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മോളും കുഞ്ഞിക്കിളിയേ ജസാക്കുമുല്ലാഹു ഖൈറൻ സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി. വളരെ മനോഹരമായ ഒരു ഗാനം. തീർത്തും വിശ്വാസിയെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങളുടെ അതിന്റെ പരിപാവനമായ സാക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വളരെ മനോഹരമായ ഒരു ഗാനം. പകലിൻ നിശാനയാലം
പരിപാലക സഹായ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം നമ്മൾക്ക് ഏറെ സുപരിചിതമാണ്. വർഷങ്ങളായി നമ്മുടെ നാടുകളിൽ വിവിധ മത പരിപാടികളിലൊക്കെ ആഘോഷിച്ച് പാടി വരുന്ന ഒരു ഗാനം. ആ ഗാനം വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുമ്പളയുടെ വാക്കുകളിലൂടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും എത്തിക്കുന്നു. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. തക്ബീർ കലം പ്രസ്ഥാന തഅലീം ലൗഹുസ്ഥാന തലമർഷ കുർസബീന തട്ടേഴും വാഴുന്നോന്നി. തക്ബീർ കലം പ്രസ്ഥാന തഅലീം ലൗഹുസ്ഥാന തലമർഷ കുർസബീന തട്ടേഴും വാഴുന്നോന്നി. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. മനുഷ്യ പിതാവ് ആദം മാതാ ഹവ്വ സഹീദം മറുതി പഴം ഭുജിത്തേ മൽഊൻ കനി പെടുത്തേ. മനുഷ്യ പിതാവ് ആദം മാതാ ഹവ്വ സഹീദം മറുതി പഴം ഭുജിത്തേ മൽഊൻ കനി പെടുത്തേ. പണിയെന്ന് തൗബ നൽകി പൊറുത്തുള്ള തമ്പുരാനി. പണിയെന്ന് തൗബ നൽകി പൊറുത്തുള്ള തമ്പുരാനി. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. ഈസാ മസീഹിൻ സൂദി മറിയം വയറ്റിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റിയോനെ ഹാദി. ഈസാ മസീഹിൻ സൂദി മറിയം വയറ്റിലൂതി നിസ്തുല്യ ജന്മനീതി നിറവേറ്റിയോനെ ഹാദി. ആക്ഷേപങ്ങൾക്കിരേക അതിജീവ സാക്ഷനേക. ആക്ഷേപങ്ങൾക്കിരേക അതിജീവ സാക്ഷനേക. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. മുഖ്താർ നബിയവനെ മെഹ്റാജിലെത്തിയോനെ ഹിക്മത്ത് നൽകിയോനെ ഇസ്ലാമിയത്തിൽ ദീനെ. മുഖ്താർ നബിയവനെ മെഹ്റാജിലെത്തിയോനെ ഹിക്മത്ത് നൽകിയോനെ ഇസ്ലാമിയത്തിൽ ദീനെ. ഇഖ്ലാസിലൂട്ടിയോനെ ഇർഹം റഹീമന്നാനെ. ഇഖ്ലാസിലൂട്ടിയോനെ ഇർഹം റഹീമന്നാനെ. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. പകലൽ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക് സമാഉനൂന. സിനാൻ പള്ളിപ്പുറത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഗാനമുണ്ട്. ഒരുപക്ഷെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കൂട്ടുകാരൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. എത്ര കേട്ടാലും മതിവരാത്ത ഒരു ഗാനമാണ് സിനാൻ പള്ളിപ്പുറത്തിന്റേത്. സ്നേഹസാഗര സന്നിധിയിൽ നിന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരുപാട് നമ്മൾ കേട്ട ഗാനം. ഇൻഷാ അല്ലാഹ് നമുക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി സിനാൻ പള്ളിപ്പുറം. ഇൻഷാ അല്ലാഹ് മോസ്റ്റ് വെൽക്കം.
സ്നേഹസാഗര സന്നിധിയിൽ ഞാനുമെത്തുമെന്ന് സങ്കിടം സഹിക്കവയ്യ എൻ മനം പറയുന്നേ. വശ്യസൗരഭ്യം നുകരാൻ ഏറെ ആഗ്രഹമാണ്. എൻ ഹബീബിൻ ചാരയൊന്ന് എന്നെ കൊണ്ട് പോണേ. സ്നേഹസാഗര സന്നിധിയിൽ ഞാനുമെത്തുമെന്ന് സങ്കിടം സഹിക്കവയ്യ എൻ മനം പറയുന്നേ. ധർമ്മമില്ല നന്മയില്ല ഒന്നുമേ ഇവരില്ല. മുത്തിനോട് സ്നേഹമൊന്ന് മാത്രമല്ലാതില്ല. ധർമ്മമില്ല നന്മയില്ല ഒന്നുമേ ഇവനില്ല. മുത്തിനോട് സ്നേഹമൊന്ന് മാത്രമല്ലാതില്ല. അലക്കടേലുമേറും പാപ ഭാരമുണ്ടേരീക്ക. അലിവു തേടി കരഞ്ഞു കണ്ണീർ വാർത്തിവനെ നോക്കാൻ. നാജി നാജി യാ റസൂലല്ലാഹ്, ഹാദി ഹാദി യാ ഹബീബല്ലാഹ്. സ്നേഹസാഗര സന്നിധിയിൽ ഞാനുമെത്തുമെന്ന് സങ്കിടം സഹിക്കവയ്യ എൻ മനം പറയുന്നേ. കഥനവാനായി നീറും രാവിൽ നാൾക്കു ഞാൻ പാർത്തു. കനവിലും വരുമെന്നു ഞാൻ നീനച്ചു ഏറെ കാത്തു. കഥനവാനായി നീറും രാവിൽ നാൾക്കു ഞാൻ പാർത്തു. കനവിലും വരുമെന്നു ഞാൻ നീനച്ചു ഏറെ കാത്തു. വരുമോ എന്റെ സയ്യിദി വഖുദ് ബിഐദിക ഫീ ഖല്ലത്തിൽ ഇലാഹി അദ്രിക്നി മുറാദി ശാഫി. നാജി നാജി യാ റസൂലല്ലാഹ്, ഹാദി ഹാദി യാ ഹബീബല്ലാഹ്. സ്നേഹസാഗര സന്നിധിയിൽ ഞാനുമെത്തുമെന്ന് സങ്കിടം സഹിക്കവയ്യ എൻ മനം പറയുന്നേ. വശ്യസൗരഭ്യം നുകരാൻ ഏറെ ആഗ്രഹമാണ്. എൻ ഹബീബിൻ ചാരയൊന്ന് എന്നെ കൊണ്ട് പോണേ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറൻ. സിനാൻ പള്ളിപ്പുറം. സിനാൻ പള്ളിപ്പുറത്തെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു കുടുംബത്തിലെ അംഗം, നമുക്കൊക്കെ പരിചയമുള്ള, ദീർഘകാലം കേരളത്തിലെ വഅ്ള് പ്രഭാഷണ വേദികളിലൊക്കെ കത്തിജ്വലിച്ച് നിന്നിരുന്ന സൂര്യ തേജസ് ആദർശേരി മുഹമ്മദ് മുസ്ലിയാരുടെ പേരമകൻ കൂടിയാണ് ബഹുമാനപ്പെട്ട സിനാൻ പള്ളിപ്പുറം. ഏകദേശം ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനുള്ള സമയവും ആയി തുടങ്ങി. ഒടുക്കം ജീവിതത്തിന്റെ യാത്ര കഴിഞ്ഞ് അവസാനം മഹ്ശറ വൻസഭയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന വല്ലാത്തൊരു അവസ്ഥയുണ്ട്, വല്ലാത്തൊരു സമയമുണ്ട്. അല്ലാഹു നമ്മുടെ ഓരോ അമലുകളെക്കുറിച്ചും ചോദ്യം ചെയ്യുന്ന സമയം. നമ്മൾ ചെയ്ത നന്മകൾക്ക് അല്ലാഹു നന്മ പ്രതിഫലം നൽകും, തിന്മകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് നമ്മളെ കാത്തിരിക്കുന്നു. എല്ലാ അദാബുകളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹുവിന്റെ അദാബ്
എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഗാനം അവതരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, പാടാൻ താല്പര്യമുള്ളവർക്കൊക്കെ പാടാനുള്ള ഒരു അവസരം ഒരുങ്ങുകയാണ്. നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രിക്ക് ശേഷം എല്ലാവരും മൈക്കിൽ വന്ന് ഇശൽ മാലികയെ വളരെ മനോഹരമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് തങ്ങളെ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹുവിൻ്റെതാവ് നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട് ഇന്നീ ദുനിയാവിലാരുണ്ട് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ പൊരുളും സഹിയും അറിയുന്നവനെ എൻ കരം നീട്ടിരയ്ക്കുന്നു ഞാൻ സന്മാർഗധാരയിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ യാ സുബ്ഹാനല്ലാഹ് പൊരുളും സഹിയും അറിയുന്നവനെ എൻ കരം നീട്ടിരയ്ക്കുന്നു ഞാൻ സന്മാർഗധാരയിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ യാ സുബ്ഹാനല്ലാഹ് അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹുവിൻ്റെതാവ് നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട് ഇന്നീ ദുനിയാവിലാരുണ്ട് അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ ആഴക്കടലോളം ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാനായി ഞാൻ തൗബയോടുന്നു പരലോകനാളിൽ വിധി പറയുമ്പോൾ പൊറുത്തന്നെ സ്വർഗത്തിലാക്കിടേനേ ആഴക്കടലോളം ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാനായി ഞാൻ തൗബയോടുന്നു പരലോകനാളിൽ വിധി പറയുമ്പോൾ പൊറുത്തന്നെ സ്വർഗത്തിലാക്കിടേനേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ അല്ലാഹ്
വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? അല്ലാഹുവിന്റെ ദാബ് മുന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇന്നീ ദുനിയാവിലാരുണ്ട്? അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ, അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഈദ് മുബാറക് ആശംസിച്ചുകൊണ്ട് ഇനി അടുത്താൾ മൈക്ക് എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.